ഇന്ത്യ ഏറെ ശ്രദ്ധിച്ച ഒരു വിവാഹമായിരുന്നു ഇന്ന് നടന്നത്. അംബാനിയുടെ മകൻ അനന്ത് അംബാനിയും രാധിക മർച്ചൻറ്റും തമ്മിൽ ഏതാണ്ട് 500 കോടിയോളം രൂപയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്യാണം പലരും ചർച്ച ചെയ്ത കൂട്ടത്തിൽ നമ്മളും സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ, ഈ കല്യാണത്തിനകത്ത് തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ടെന്ന്. ആരും ശ്രദ്ധിക്കാത്തതല്ല, എല്ലാവരും കണ്ടതാണ്, ആരും പറയാത്തതാണ്. അപ്പോൾ ഏതാണ്ട് 5000 കോടി രൂപയാണത്രേ മറ്റേ അനന്ത് അംബാനിയും രാധിക മർച്ചൻ്റ് വിവാഹത്തിന് വേണ്ടി ചിലവഴിക്കുന്നു പറയുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ വരുന്നു, വലിയ വലിയ ഈവൻറ്റ്സ് നടക്കുന്നു, പിന്നെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്നു. ഞാൻ കരുതുന്നത് ഈ 5000 കോടി രൂപ ചിലവാക്കി മുകേഷ് അംബാനിയും മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചൻറ്റിൻ്റെയും കല്യാണം നടത്തി എന്നുള്ളത് വലിയ കുഴപ്പമായി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അവരുടെ പക്ക പൈസയുണ്ട്, അവർ നടത്തി. പക്ഷേ നോക്കണം, ഇത്രയും വലിയൊരു കല്യാണം നടത്തുമ്പോൾ അതിലൂടെ എത്ര ആളുകൾക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇത്രയും വലിയ VIP വരുന്നു, അവരുടെ താമസം, അവരുടെ യാത്ര, അവരുടെ സുരക്ഷ, അവർക്ക് ഭക്ഷണം ഒരുക്കൽ, അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വരുമാനം ഈ 5000 കോടി രൂപ എവിടെ ഒരുപാട് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു വ്യവസായ പ്രമുഖൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നതിനെ നമ്മൾ ആ തരത്തിൽ കണ്ടാൽ മതി. പക്ഷേ ഞാൻ നോക്കുന്നത് അംബാനി എന്ന് പറഞ്ഞാൽ കലി കയറുന്ന കുറേ ആളുകളുണ്ട്. ആരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ? അംബാനിനെ കേൾക്കുന്നത് ഇഷ്ടമല്ലാത്ത കുറേ കമ്മ്യൂണിസ്റ്റ് അവരുടെ പേര് കമ്മ്യൂണിസ്റ്റുകാർ. അതായത് നമ്മൾ പിണറായി വിജയൻ ഇന്നലെ അംബാനിയുടെ പോർട്ട് ഉദ്ഘാടനം ചെയ്തത്, അദാനിയുടെ. അംബാനി അതുപോലെയാണ്. അപ്പോൾ ഞാൻ അംബാനി എന്ന് പറഞ്ഞാൽ അംബാനിയെ ഇഷ്ടമില്ലാത്ത ആളുകൾ, അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ തന്നെ നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഇന്ത്യ മുന്നണിക്കാരിൽ കല്യാണത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാമോ? ലാലു പ്രസാദ് യാദവ് ഉണ്ടായിരുന്നു, അഖിലേഷ് യാദവ് ഉണ്ടായിരുന്നു, ഉദ്ധവ് താക്കറെ ഉണ്ടായിരുന്നു. അതായത് ഇവരെ ചീത്ത പറഞ്ഞ് ഇവർക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന എല്ലാവരും ഈ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധങ്ങൾ വേറെ എന്ന് പറയാം, അങ്ങനെയും ഒരു ന്യായമുണ്ടല്ലോ. പക്ഷേ ഇവരെ കൊല്ലാൻ നടക്കുകയാണ്. ഇവർ രണ്ടുപേരും അംബാനി അദാനിമാരും മുടിഞ്ഞാലേ ഇന്ത്യ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഈ ക്ഷണം സ്വീകരിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി പോയില്ല കേട്ടോ. എന്താ പോഞ്ഞേ? അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞില്ല. ഇവിടെ ഇല്ല, വിദേശത്ത് പോയി. അതുകൊണ്ട് ഇവിടെ ഇല്ലേ? അറിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വന്നില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ലാലു പ്രസാദ് യാദവ് അദ്ദേഹം പാറ്റ്നയിൽ നിന്നാണ് വന്നത്. കൂടെ മകൻ തേജസ്വി യാദവ് ഉണ്ടായിരുന്നു, റാബ്രി ദേവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ മിസ ഭാരതി എന്നാണ് മകളുടെ പേര്. അറിയാമോ പേര്? ഒരു MP ആണ്. മിസ MP ആയിട്ട് മത്സരിച്ചിരുന്നു. ജയിച്ചോ ഇല്ലയെന്ന് എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. മിസ ഭാരതി പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് മത്സരിച്ചിരുന്നു. മിസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നിയമമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ തടവുകാരെയൊക്കെ മിസ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ലാലു പ്രസാദ് യാദവ് സ്വന്തം മകൾക്കിട്ട പേര് മിസ എന്നായിരുന്നു. അങ്ങനത്തെ പേരാണ്. അതെ. നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ സഖാവ് ജയറാം പടിക്കലിൻ്റെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മുടി വെട്ടി വളർത്തിയെന്ന് പറയുന്ന പോലെ മിസ എന്ന് മകൾക്ക് പേരിട്ട ആളാണ് അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാവായ ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം പാറ്റ്നയിൽ നിന്ന് സഞ്ചരിച്ച് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വന്ന് കല്യാണത്തിൽ പങ്കെടുത്തു. നല്ല കാര്യം. രാഷ്ട്രീയത്തിൽ വ്യക്തിബന്ധങ്ങളൊക്കെ വേണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ലാലു പ്രസാദ് യാദവിനെതിരെ കേസ് വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ട്. എന്തൊക്കെ കേസായിരുന്നു? ഈ മറ്റേ കാലിത്തീറ്റ കുമ്പോണ കേസ്, കാലിത്തീറ്റ കുമ്പോണ കേസുണ്ടായിരുന്നു. പിന്നെ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പർട്ടി എഴുതി കൊടുത്താൽ അദ്ദേഹം ജോലി കൊടുക്കായിരുന്നു. കാശായിട്ട് പിടിക്കത്തില്ല, സ്ഥലം എഴുതി തരാൻ പറഞ്ഞ് ആ കേസുണ്ടായിരുന്നു. അതിൽ ജാമ്യത്തിലാണ്. കഴിഞ്ഞ ജയിലിലായിരുന്നു അല്ലേ അദ്ദേഹം? ജയിലിലായിരുന്നു. 2023 ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ജാമ്യാപേക്ഷ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതീവ ഗുരുതരമായ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഉള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഹാജരാക്കിയിട്ടാണ് ലാലു പ്രസാദ് യാദവ് ജാമ്യം കിട്ടി. അദ്ദേഹം ജാമ്യത്തിലാണ്, ഹെൽത്ത് കണ്ടീഷൻസിൽ. അങ്ങനെയാണ് ജാമ്യം കിട്ടി പുറത്തേക്ക്. അങ്ങനെയുള്ള ഈ ലാലു പ്രസാദ് യാദവിന് പാറ്റ്നയിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ഗുരുതരമായ ആരോഗ്യ പ്രശ്നം, മൂക്കിപ്പനി വന്നാലൊന്നും കോടതിയിൽ ജാമ്യം കിട്ടുകയില്ല. ആളുകൾക്ക് മറ്റാളുകളെപ്പോലെ സ്വാഭാവികമായി ഇടപെടാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് അതൊക്കെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളപ്പോഴാണ് ഹെൽത്ത് ഗ്രൗണ്ടിൽ ജാമ്യം കൊടുക്കുന്നത്. ആ ജാമ്യത്തിൽ കഴിയവേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലാലു പ്രസാദ് യാദവ് എത്ര മീറ്റിംഗ് പ്രസംഗിച്ചു? ശരിയല്ലേ? ഇത് മാത്രമല്ല, അദ്ദേഹം ബാഡ്മിൻ്റൺ കളിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും വന്നിട്ടുണ്ട്.
അതെങ്ങനെയപ്പാ? ഗുരുതരമായ ആരോഗ്യ പ്രശ്നം, ഭയങ്കരമായ ശാരീരിക ക്ഷമത വേണ്ട ജോലിയല്ലേ ബാഡ്മിൻ്റൺ കളിക്കുക എന്നുള്ളത്. അതെ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ലാലു പ്രസാദ് യാദവ് ബാഡ്മിൻ്റൺ കളിക്കുന്നു, അംബാനിയുടെ കല്യാണത്തിന് പോകാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുന്നു. എന്തിന്? നെറ്റിൽ നോക്കിയാൽ കിട്ടാം, ലാലു പ്രസാദ് യാദവ് ലക്ഷറി ബോട്ടുകൾ ഓടിക്കുന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കളിയാക്കുകയല്ലേ. അതെ, കാശുള്ളവന്, സ്വാധീനമുള്ളവന് എന്ത് വേണമെങ്കിലും ചെയ്യാം. കോടതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ജാമ്യം മേടിച്ച് ജനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയും ജുഡീഷ്യറിയെയും കളിയാക്കി ജാമ്യം കൊടുത്ത ജഡ്ജിമാരെ ഉള്ളിൽ ചീത്ത പറഞ്ഞ് നിന്നെ പറ്റിച്ചട എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ മനുഷ്യൻ നടക്കുന്നത്. അഴിമതി കേസിൽ ജയിലിൽ ഇപ്പോഴും ജയിലിൽ കഴിയേണ്ട അയാളിങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് ജാമ്യം വാങ്ങി പുറത്ത് നടക്കുകയാണ് എന്ന് കരുതിയ തെറ്റ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നിട്ടിപ്പോൾ ഇന്നലെ ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാരണം, ഇന്ന് ഈ മകളുടെ പേര് പോലും അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഇട്ട ആളാണ് ലാലു പ്രസാദ് യാദവ്. ആ ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോടതിയെ കബളിപ്പിച്ച് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ജാമ്യത്തിൽ കഴിയുക. എന്നിട്ട് ഈ നരേന്ദ്രമോദിയോ ഇവർ പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ പിണിയാളുകളായ EDയോ PMLA കേസുണ്ട്, CBI കേസുണ്ട്, PMLA കേസുണ്ട്. ഈ EDയോ CBIയോ ഇയാളെ പൊക്കിയെടുത്ത് അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. ഇയാൾ കൊടുത്ത വ്യാജ സർട്ടിഫിക്കറ്റാണ് കോടതിയിൽ ഡോക്യുമെൻ്റ് എല്ലാം കൂടെ കൊടുത്ത് ഇലക്ഷൻ റാലി, ബോട്ട് ഓടിക്കുന്നു, ബാഡ്മിൻ്റൺ കളിക്കുന്നു, ഇത്ര ദൂരം യാത്ര ചെയ്ത് കല്യാണത്തിന് പോകുന്നു, ഇതെല്ലാം ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വ്യാജമാണ് എന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ എവിഡൻസുമായി കോടതിയിൽ ചെന്നാൽ ജാമ്യത്തിൽ എന്തായി പോവും? നരേന്ദ്രമോദി ചെയ്യുന്നില്ല എന്ന് തന്നെ അദ്ദേഹത്തിനോട് മമതയാണോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യുന്നില്ല, പല കാര്യങ്ങളും മോദി സർക്കാർ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്ന, നടപ്പാക്കാവുന്ന, അതിൻ്റെയൊക്കെ ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഇയാളെ സ്വതന്ത്രനായി വിടാൻ, കള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ സമ്മതിച്ച മോദിയുടെ ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ ലാലു ഇന്നലെ പറഞ്ഞതെന്നറിയോ? അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന്. ഇങ്ങനെ സ്ഥലത്ത് പോയി കല്യാണത്തിനടക്കം പങ്കെടുത്തിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് പുറത്തും കള്ളജാമ്യം വാങ്ങി ഞെളിഞ്ഞു കിടക്കുന്ന മാന്യം പറയാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോദി ഇയാളെ പിടിച്ച് ജയിലിടേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഞാനിത് പറയുന്നതെന്നറിയോ? നമുക്ക് അറിയാം, ഒരു സാധാരണ ഒരു കേസിലെ പ്രതി FIR ഇട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ എന്തൊരു പാടാണ് ഒരു സാധാരണക്കാരനല്ലേ. ഒരു കള്ളക്കേസ് കൊടുത്താൽ പോലും ജാമ്യം മേടിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വരുമ്പോഴാണ് ആയിരക്കണക്കിന് കോടി രൂപ കാലിത്തീറ്റ കുംഭകോണം, റെയിൽവേ ജോലി കൊടുക്കാൻ വേണ്ടി ഭൂമി എഴുതി വാങ്ങിച്ചുള്ള കുംഭകോണം, കള്ളപ്പണം വെളുപ്പിക്കലിന് PMLA ആക്ട് അനുസരിച്ചുള്ള കേസ്, ഇതിലേക്ക് പ്രതിയായ ഒരു മാന്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ വരെ ആഗ്രഹിക്കുന്ന ആളാണ്. അയാളുടെ മകൻ UPയിലെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ്. ആ ചങ്ങാതിയുടെ കാലത്തുണ്ടാക്കിയ 15 പാലത്തിൽ 11 പൊളിഞ്ഞുപോയി. രാഹുൽ ഗാന്ധിക്ക് അത് കാണാൻ പോകണ്ട. അതേസമയം UPA സർക്കാരിൻ്റെ കാലത്തായതുകൊണ്ട് കുഴപ്പമില്ല. NDA സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ഏതെങ്കിലും പാലമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യം അവിടെ പോയേനെ. അതെ. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഈ ജാമ്യം വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വാങ്ങിച്ച ഒരു മഹാൻ ഇങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്കും പരാതിയില്ല. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ആളുകൾക്ക് അതിലുള്ള വിശ്വാസത്തെയൊക്കെ വല്ലാതെ അപഹസിക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ ലാലുവിനെ പോലെയുള്ള കാട്ടുകള്ളന്മാർ. ഇതൊന്നും പറയാൻ ആരുമില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമവും പറയത്തില്ല. ലാലു പ്രസാദ് യാദവ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഇയാൾ ഹെൽത്ത് ഗ്രൗണ്ടിൽ ബെയിൽ വാങ്ങിച്ചിരിക്കുന്ന ആളാണ്. ഇയാൾക്ക് അങ്ങനെ റാലിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കാൻ കഴിയും, ഇലക്ഷൻ മീറ്റിങ്ങുകളിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ കല്യാണങ്ങൾക്ക് പോകാൻ പറ്റും, ഇങ്ങനെ ബാഡ്മിൻ്റൺ എങ്ങനെ കളിക്കാൻ പറ്റും. ബാഡ്മിൻ്റൺ ഭയങ്കരമായ ശരീരക്ഷമത. പിന്നെ ഒരാൾ ഒരു രോഗവും ഇല്ല എന്നതിൻ്റെ തെളിവാണ് സമർത്ഥമായി ബാഡ്മിൻ്റൺ കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട സാധനമാണ് പുറത്ത് കിടക്കുന്നത്, ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നടക്കുന്നത്. ഇതാണ്. എന്നിട്ട് ഇതിനെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരു പെരുങ്കള്ളൻ നേതാവായിട്ട് പ്രതിപക്ഷത്തെ നയിക്കാനുമുണ്ട്. അയാളിപ്പോൾ എവിടെ നിന്ന് പോയിട്ട് വരട്ടെ. നരേന്ദ്രമോദിക്ക് അറിയാം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ. അദ്ദേഹം ഇലക്ഷൻ കാലത്തെ പ്രചരണത്തിൻ്റെ ചൂടും ചൂരും ഒക്കെ ഇറക്കി വെച്ചിട്ട് വരട്ടെ, വിദേശത്താണെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.